ആന്റണി, എന്തും ചെയ്യാൻ മടിക്കാത്തവനാ അവൻ. സൂക്ഷിച്ചോണേ. നിന്റെ സഞ്ചി സാധനങ്ങളൊക്കെ എടുക്ക്. എന്താ കാര്യം? എടുക്കാൻ പറഞ്ഞ എടുക്കടാ. കാര്യം എന്താന്ന് പറയാതെ എടുക്കില്ല അല്ലേ? നമുക്ക് പിന്നെ സംസാരിച്ചാ പോരെ? അച്ഛന് പേടിയുണ്ടോ? പേടിക്കാൻ എന്ത് ചെയ്യും? കാട്ടുപോത്തോട് പോലും കാര്യം പറഞ്ഞാൽ മനസ്സിലാകും. അവന്റെ ആ ഇരിപ്പും നോട്ടും അത്ര പന്തിയല്ല. ഈ സംശയാസ്തുതി ചിരിക്കണുണ്ടോ നായിന്റെ മോൻ? ഇപ്പൊ മനസ്സിലായോ നാട്ടുകാരോട് കളിക്കാനുള്ള ഫലം? വേഗം നിന്റെ സാധനങ്ങളെല്ലാം എടുത്ത് സ്ഥലം വിട്ടോണം. ഇനി ഒരു നിമിഷം ഇവിടെ ഉണ്ടാകരുത്. അപ്പൊ പുലി ഇറങ്ങിയാലോ? അത് ഞങ്ങൾ സഹിച്ചോളാം. ഇവിടുന്ന് പോയി തരുന്ന എത്ര കാശ് തരണം? ഞാൻ പോണില്ല അച്ഛോ. പോണില്ലെന്നോ? ഇനി ഞങ്ങൾക്ക് നിന്റെ വല്ല ഒരു ഉത്തരവാദിത്വമില്ല. ഈ നാട്ടിൽ നിന്ന് നിനക്ക് പച്ചവളം പോലും കിട്ടില്ല. എന്റെ ഇപ്പൊ താമസിക്കാനും പറ്റില്ല. വേഗം സ്ഥലം വിട്ടില്ലേ നാട്ടുകാരെ കൊന്നു കുഴിച്ചു കൊടുക്കും. കൊന്നോട്ടെ, എന്നാലും ഞാൻ പോണില്ല. ആരാത്? ഇത്തിരി കഞ്ഞി തരുമോ? ഇന്നൊന്നും കഴിച്ചില്ല, വിശന്നിട്ട് വയ്യ. കഴിച്ചില്ലെങ്കിൽ വേണ്ട, പോ. അസത്തെ എന്താ ചേച്ചി? ആരാ ചേച്ചി? അയാള് ആ വാർന്നി. ആ പന്നി ഇവിടെ വന്നു. വേണ്ട, നീ പോണ്ട, അയാള് പോയി.
കൈയും കാലും തല്ലി ഒടിച്ചാ മതിയായിരുന്നു. അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല വക്കീലേ. എല്ല് മുറികൂടിയ പകൻ പിന്നെയും തുടങ്ങൂലേ. ഓന്റെ ആരോഗ്യം നമ്മൾ സമ്മതിച്ചിരിക്കുന്നത്. അന്ന് ഓനെ കൂടി ഏറി ഇനിച്ചാണെങ്കിൽ മയ്യത്തായി പോയത്. കണ്ട കാക്ക എലി ഉടുമ്പും ഒക്കെ അല്ലേ തീറ്റ. വലിയ തടിയില്ലെങ്കിലും ഉള്ളത് ഇരുമ്പ. ആ ദാ വന്നേക്കണ്. ഒരു ചായ തരുമോ? ഇവിടെ ഇല്ല. ഇത്തിരി ചൂടുവെള്ളം തരുമോ? ദിവസം വെള്ളം മൂന്ന് ചോദിക്കും. പൊക്കോണം ഇവിടുന്ന്. പോകാൻ പറഞ്ഞ അങ്ങോട്ട് പിടിക്കണോ? തൊട്ട കൊണ്ടുപോടോ പോടോ. കഴിച്ചറേ. രണ്ട് മുറുകാണ്. രണ്ടെണ്ണത്തിനും ബുദ്ധിയില്ല. കൊറേ തല്ലുണ്ടല്ലേ? ഏറാ തടുക്കാൻ പറ്റുമോ? വല്ലതും കഴിച്ചോ? പച്ചവെള്ളം പോലും തരരുതെന്നാ എല്ലാരും തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെന്തിനാ കൊണ്ടുവന്നേ? എനിക്കെങ്ങനെ തീരുമാനിക്കാൻ പറ്റുമോ? നീന്റെ ആരാ? പെങ്ങളോ അല്ലെങ്കിൽ കെട്ടിയോളോ? അന്വേഷിക്കാൻ ഇനി സ്ഥലമില്ല. പോയിന്ന് ഞാൻ കരുതി. പോണതാ നല്ലത്. അങ്ങനെ വിചാരിച്ചതാ. പിന്നെന്താ വേണ്ടെന്ന് വെച്ചത്? അപ്പോ നിന്റെ അമ്മയെക്കൊന്ന് ചെയ്താനെ കൊല്ലണ്ടേ? അച്ഛനും മുതലാളി എല്ലാരും കൂടെ സ്ഥലം വിടാൻ പറഞ്ഞപ്പോ സമ്മതിക്കാൻ നാക്ക് പറഞ്ഞതാ. അപ്പഴാ നിന്നെ ഓർത്തു. നന്നായി. ഇനി ഈ ചീത്തത്തരത്തിനൊന്നും പോവാണ്ട് നല്ല ആളാവ്. ആളുകൾ പറയണൊക്കെ ശരിയാ. അങ്ങനെയാണെങ്കിൽ ഈ സ്വഭാവമൊക്കെ കളഞ്ഞ് ഒരു പെണ്ണിനെ കെട്ടി മര്യാദക്ക് ജീവിച്ചൂടെ? അതിനാരെങ്കിലും പെണ്ണ് തരണ്ടേ? തരുന്നതിന് ഇഷ്ടമുള്ള പെണ്ണിനെ വിളിച്ച് കൂടെ താമസിപ്പിക്കണം. അതിന് സ്ഥിരമായിട്ട് കൂടെ താമസിക്കാൻ ഇഷ്ടമുള്ള പെണ്ണിനെ കിട്ടണ്ടേ? ഞാൻ മതിയോ? പറ, ഞാൻ മതിയോ? കൊമ്പൻ. എടി എടാ, നീ നാട് നശിപ്പിക്കും. നീ എന്നെ ഇവിടെ എല്ലാം നശിപ്പിക്കും. അല്ല പട്ടി. അടിക്കല്ലേ?
സംശയമില്ല. അപകടം പറ്റിയതെന്ന് എല്ലാരും പറയണ. ചിലര് ആത്മഹത്യയെന്നും പറയുന്നുണ്ട്. തോമസുട്ടിക്ക് ശത്രുക്കൾ ആരുമില്ല. പോലീസിനോട് നിനക്ക് പറയായിരുന്നില്ലേ ഞാനാണ്? മനഃപൂർവ്വമല്ലല്ലോ, പറ്റിപ്പോയതല്ലേ. എന്നാലും പറയായിരുന്നു. പറഞ്ഞ നിങ്ങളെ പോലീസ് പിടിച്ച തോമസുട്ടി ജീവിച്ചു വരൂ. ഒന്നും ആലോചിച്ച് വിഷമിക്കണ്ട. ഞാൻ പള്ളിയിലേക്ക് ചെല്ലട്ടെ. ഒരുപിടി മണ്ണ് എനിക്ക് ഇടണം. നീ എന്നെ നശിപ്പിച്ചു അല്ലടാ. എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ. കള്ളും കുടിച്ച് ഇവിടെ വന്നാ കിടക്കണേ? ഇറങ്ങി പോടാ. അച്ഛോ, എനിക്കൊന്ന് കുമ്പസാരിക്കണം. കുമ്പസാരിക്കേ? നീയാ ആ കാര്യങ്ങളൊക്കെ മനുഷ്യന്മാർക്ക് പറഞ്ഞിട്ടുള്ള? ഒരു തുള്ളി ഞാൻ കുടിച്ചിട്ടില്ല അച്ഛോ. എനിക്കെല്ലാം ഏറ്റു പറയണം. നാളെ കാലത്തെ വാ. പാതിരാത്രിക്കല്ലേ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ. നേരം വെളുക്കാൻ കാത്ത ഞാൻ ചങ്കു പൊട്ടി ചത്തുവോ? ഉള്ളിൽ കിടന്നിങ്ങനെ തെങ്ങുക. തോമസ് കൂടി ചത്തതല്ല അച്ഛോ, ഞാൻ കൊന്നതാ, തള്ളിയിട്ട് കൊന്നതാ. ഈ വസ്ത്രം ധരിച്ച പിന്നെ ഇതുവരെ ഇത്ര ഹൃദയം തുറന്നൊരു പ്രാർത്ഥന ഞാൻ കണ്ടിട്ടില്ല. നിന്നെ ദൈവം രക്ഷിക്കും. പോട്ടെ അച്ഛോ, എന്റെ കൈസര പെണ്ണെ ഏൽപ്പിക്കണം. അല്ലെങ്കിൽ പോലീസ് എന്നെ കൊണ്ടുപോകുമ്പോ അവനൊറ്റക്കായി പോകും. എന്നോട് സ്നേഹമുള്ളതാവും മാത്രമേ ഉള്ളൂ. അങ്ങനെ കരുതണ്ട. നിന്നെ സ്നേഹിക്കുന്നവർ പിന്നെ ഇല്ലേ ആ കൊല്ലത്തി പെണ്ണ്. ഇപ്പോ എനിക്കും നിന്നോട് സ്നേഹം തോന്നിപ്പോന്നു. ഞാൻ കൊന്നവനാ. അച്ഛനെന്നെ പോലീസ് പറഞ്ഞ് പിടിപ്പിച്ചോ? പോലീസും കോടതിയും ഒക്കെ മനുഷ്യനെ ശിക്ഷിച്ചു തിരുത്താനാ. പക്ഷെ അതിനേക്കാൾ വലിയ കോടതി നീ സ്വയം തിരുത്തി കഴിഞ്ഞു. മാത്രമല്ല ഇതൊരു കുമ്പസാര രഹസ്യമാ, പുറത്തു പറയാൻ പാടില്ല. എന്നാലും എനിക്ക് മനസ്സമാധാനം കിട്ടൂല അച്ഛൻ. കുറെ കാലം ജയിലിൽ പോയി കിടന്ന മനസ്സമാധാനം കിട്ടുമോ? ഇല്ല. നീ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അബദ്ധത്തിൽ ഒരു കൈത്തെറ്റ് പറ്റി. അതുകൊണ്ട് തകർന്നു പോയ ഒരു കുടുംബം ഇവിടെ ഉണ്ട്. അത് കാണാണ്ട് പോകുന്നതാണ് ദൈവത്തിന്റെ മുന്നിൽ ഏറ്റവും വലിയ തെറ്റ്. പിന്നെ ഒരു കടമയേറ്റ നീ വന്നത്, അതും മറന്ന് നാട്ടുകാരുടെ മുഴുവൻ